ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ചക്കതീറ്റയും ചക്ക പൊളിക്കലൊക്കെ ആയിരുന്നല്ല. അപ്പം ഈ വീഡിയോയിൽ ഒരു ചക്കടയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് രാജമ്മയാണ് ചക്കട ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ നമുക്ക് ചക്കട എങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടുപിടിക്കാം. രാജമ്മയുടെ ചക്കട എങ്ങനെയാണെന്ന് ഉണ്ടാക്കണമെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് നിങ്ങളും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കുകയും വേണം. പിന്നെ നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്കും പറഞ്ഞ് കമൻറ്റിലൂടെ തന്നെ. അപ്പോൾ നമുക്ക് ചക്കട എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ പാത്രത്തിലോട്ടെ കുറച്ച് അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. അരിപ്പൊടിയിൽ ഇത്തിരി വെള്ളം ചേർത്തിട്ടൊന്ന് നനച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ചേർത്തേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചേക്കണ ചക്കയാണ്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലോണം കുഴച്ച് നല്ലോണം കട്ട കെട്ടാണ്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് നമ്മൾ ഇത്തിരി ചതച്ചെടുത്തേക്കണ തേങ്ങയാണ്. അതായത് നല്ലോണം അരച്ചിട്ടില്ല, ഒന്ന് മിക്സിയിലിട്ട് കറക്കി എടുത്തേക്കണ തേങ്ങ. പിന്നെ ചേർത്തേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിരകിയ ശർക്കരയാണ്, അതായത് ഇടിച്ച് പൊടിച്ചെടുത്തേക്കണ ശർക്കര. ഇതും കൂടി ചേർത്ത് കൈവിടാണ്ട് നല്ലോണം ഇളക്കി കൊടുക്കാറുണ്ട്. പിന്നെ ഇതിൽ ഞാനൊന്ന് പറയാൻ മറന്നുപോയി, ഇതിൽ നൈസായിട്ട് കുറച്ച് പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ചതും ചേർത്തിട്ടുണ്ട്. പിന്നെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതെല്ലാം കൂടി ചേർത്ത് നല്ല കുഴച്ച് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിൽ കട്ടകെട്ടായിട്ട് നോക്കണം. പിന്നെ നമ്മൾ അട ഉണ്ടാക്കണത് വാഴയിലയിലും ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ പരുത്തിയിലയിലും ഉണ്ടാക്കിയിട്ടുണ്ട്. പരുത്തിയില ഉണ്ടാക്കിയത് ഇത്തിരി ഭംഗിക്കുറവുണ്ട്, അത് എടുക്കണ്ടെന്ന് രാജമ്മ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നമ്മൾ എടുക്കാണ്ടിരുന്നത്. അപ്പോൾ ഈ അടയെല്ലാം നമ്മൾ വാഴയിലയിൽ സെറ്റാക്കിയിട്ട് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ആവിയിൽ പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യണത്. ഒരു 10-15 മിനിറ്റ് വെച്ചാൽ മതിയാവും. അപ്പോഴത്തേക്ക് നമ്മുടെ അട സെറ്റാണ്. പിന്നെ ഈ അടക്ക് കോമ്പിനേഷനായിട്ട് നമ്മൾ എടുത്തേക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടൻ ചായയാണ്. അപ്പം നമ്മുടെ അടയൊക്കെ റെഡി ആയിട്ടുണ്ട്. ആവിയിൽ വെന്ത നമ്മുടെ ചക്കാടയും ഒരു കട്ടൻ ചായയും കൂടി കുടിച്ചപ്പോഴത്തേക്കും ഇന്നത്തെ വൈകുന്നേരം സെറ്റാണ്. അങ്ങനെ ഞാൻ എപ്പോഴും പറയണ പോലെ നമ്മുടെ വയറും നിറഞ്ഞ് മനസ്സും നിറഞ്ഞ്. അപ്പം നമ്മുടെ ചക്കടയുടെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ല. അപ്പം ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായിട്ട് നമ്മൾ വരുന്നുണ്ട്. രാജമ്മയുടെ വേറെയും കുറേ സ്പെഷ്യൽസ് വരാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയിൽ നിങ്ങളൊരു മെമ്പർ ആവട്ടെ. ബൈ.